ഒരു കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ഒരു കാട്ടിലൂടെ കുറെ അനവധി തവളകൾ സഞ്ചരിക്കുകയായിരുന്നു. എന്നാൽ സഞ്ചാരമധ്യേ അതിൽ 2 തവളകൾ ഒരു വലിയ പൊട്ടക്കിണറ്റിലേക്ക് വീഴുകയുണ്ടായി. പൊട്ടക്കിണറ്റിൽ വീണ തവളകൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കരയിലേക്ക് എത്തുവാനുള്ള പരിശ്രമം ആരംഭിച്ചു. എന്നാൽ കരയിൽ നിൽക്കുന്ന തവളകൾ അവരെ വല്ലാണ്ട് നിരുത്സാഹപ്പെടുത്തുകയും നിങ്ങൾക്ക് ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് കരയിലേക്ക് വരുവാൻ സാധിക്കുകയും ഇല്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് ഒരു തവള തന്റെ പരിശ്രമം ഉപേക്ഷിച്ചു പൊട്ടക്കുടത്തേക്ക് വീണു. എന്നാൽ 2ാമത്തെ തവള തന്റെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പരിശ്രമിച്ച് ആ തവള കരയ്ക്കടുക്കുകയായി. കരയ്ക്കെത്തിയ തവളയോട് മറ്റു തവളകൾ ചോദിച്ചു, നീ എങ്ങനെയാണ് ഇത്രയും പരിശ്രമിച്ച് ഇവിടെ എത്തിയത്? നിന്നെ ഞങ്ങൾ എത്ര നിരുത്സാഹപ്പെടുത്തി? ആ തവള നിശബ്ദമായിരുന്നു. അതൊന്നിനും മറുപടി പറയാതെ അതിന്റെ വഴിക്ക് പോകുകയായിരുന്നു. അപ്പോഴാണ് മറ്റു തവളകൾക്ക് മനസ്സിലായത്, പൊട്ടക്കിണറ്റിൽ നിന്ന് രക്ഷപ്പെട്ട തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. നമ്മുടെ ചുറ്റുപാടുകളും ഇങ്ങനെയാണ്. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മെ തളർത്താനും നമ്മെ നിരുത്സാഹപ്പെടുത്താനും അനവധി പേരുണ്ടാകും. എന്നാൽ ചിലതൊക്കെ നാം കേട്ടില്ല എന്ന് നടിക്കുക, ചില കാര്യങ്ങൾക്ക് നാം ചെവി കൊടുക്കാതിരിക്കുക. നിരന്തരമായ പരിശ്രമത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ വിജയങ്ങൾ സമ്പാദിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നാം നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തുകയുള്ളൂ. ചുറ്റുമുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, ചുറ്റുമുള്ളവർ എങ്ങനെയും നമ്മളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കട്ടെ, നാം നമ്മുടെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം. പരിശ്രമം ചെയ്തിടുകിൽ എന്തിനേയും വശത്താക്കാൻ നമുക്ക് സാധിക്കും. ഗുഡ് തോട്ട്സ്, ഗുഡ്